നിങ്ങളുടെ മനസ്സ് എങ്ങനെയാണ് നിങ്ങളുടെ കരിയർ വിജയത്തെ തടയുന്നത്? ഇതിൽ നിന്നും എങ്ങനെ നിങ്ങൾക്ക് മോചിതരാവാം? സങ്കല്പിക്കുക, അഴികളില്ലാത്ത, ഒരിക്കലും പൂട്ടാത്ത വാതിലുള്ള ഒരു ജയിലിൽ കഴിയുന്ന ഒരാളെ സങ്കല്പിക്കുക. എന്നിട്ടും അയാൾ അവിടെ നിന്നും പുറത്തു പോകുന്നില്ല. എന്തുകൊണ്ട്? കാരണം പുറത്തെ ലോകം ആർക്കും അതിജീവിക്കാൻ കഴിയാത്ത ഒരു വലിയ മരുഭൂമിയാണ് എന്നയാൾ വിശ്വസിക്കുന്നു. ഒരാളെ രക്ഷപ്പെടാൻ അനുവദിക്കാതെ തടവിലാക്കാനുള്ള ഏറ്റവും എളുപ്പം വഴി അവർ തടവറയ്ക്കുള്ളിലാണെന്ന സത്യം അവരെ അറിയിക്കാതിരിക്കുക എന്നതാണ്. കഴിഞ്ഞ 14 വർഷത്തെ എൻ്റെ സൈക്കോളജി പ്രായോഗിക അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പലരുടെയും കരിയർ വളർച്ച തടസ്സപ്പെടുത്തുന്നത് കഴിവിൻ്റെ കുറവ് കൊണ്ടോ സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ടോ അല്ല, മറിച്ച് സ്വന്തം മനസ്സ് നിർമ്മിച്ചെടുക്കുന്ന ഒരു അദൃശ്യമായ തടവറ അവരെ കൂട്ടിയിട്ടിരിക്കുന്നത് കൊണ്ടാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങളുടെ കരിയറിലെ ആ അദൃശ്യ ചുവരുകളെക്കുറിച്ചും അതിൽ നിന്നും പുറത്തു കടക്കുവാനുള്ള വഴികളെക്കുറിച്ചുമാണ്. തടവറയുടെ ചുവരുകൾ ഉണ്ടാവുന്നതിന് 3 പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. ഒന്നാമത്, പാരമ്പര്യമായി ലഭിച്ച ചിന്താഗതികൾ. ഇതൊന്നും നിനക്ക് പറ്റിയതല്ല, റിസ്ക് എടുക്കുന്നത് അപകടമാണ് എന്നിങ്ങനെ കുട്ടിക്കാലത്ത് അധ്യാപകരോ മാതാപിതാക്കളോ പറഞ്ഞ കാര്യങ്ങൾ ഇന്നും നിങ്ങളുടെ ഉള്ളിൽ മുഴങ്ങുന്നുണ്ടാവാം. ഇത് നിങ്ങളുടെ സ്വന്തം ചിന്തകളാണെന്ന് നിങ്ങൾ കരുതുന്നു. പക്ഷെ സത്യത്തിൽ ഇത് വർഷങ്ങൾക്ക് മുമ്പ് ആരോ നിങ്ങളുടെ മനസ്സിൽ എഴുതി പതിപ്പിച്ചവയാണ്. രണ്ടാമത്തേത്, സാമൂഹികമായ അനുകരണം. നമ്മുടെ ചുറ്റുമുള്ളവർ ആരും വലിയ മാറ്റങ്ങൾക്ക് മുതിരുന്നില്ലെങ്കിൽ നമ്മളും റിസ്ക് എടുക്കാൻ പൊതുവെ പേടിക്കുന്നു. മറ്റുള്ളവരുടെ ജീവിത നിലവാരം നമ്മുടെ കരിയറിന് ഒരു ഗ്ലാസ് സീലിംഗ് ആയി മാറുന്നു. മൂന്നാമത്തേത്, ഏറ്റവും അപകടകരമായ വേദനയെക്കുറിച്ചുള്ള മുൻവിധി, പ്രഡിക്റ്റഡ് പെയിൻ. നമ്മളൊരു പുതിയ ജോലിക്ക് ശ്രമിക്കുമ്പോഴോ പ്രമോഷൻ ചോദിക്കുമ്പോഴോ പരാജയപ്പെടുമോ, നാണം കെടുത്തപ്പെടുമോ എന്നൊക്കെ കരുതി തലച്ചോറ് ഭയം ഉൽപ്പാദിപ്പിക്കുന്നു. നിങ്ങളെ സുരക്ഷിതമായി നിർത്താൻ വേണ്ടി നിങ്ങളുടെ മനസ്സ് തന്നെ നിങ്ങളെ ചെറുതാക്കി നിർത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. നിങ്ങളെ ഭയപ്പെടുത്തി നിർത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും അറിവുള്ള ഒരു മനസ്സ് സ്വയം ഈ തടവറയിൽ കഴിയാൻ അനുവദിക്കുന്നത്? ഇതിനെ കൊഗ്നിറ്റീവ് ഹോമിയോസ്റ്റാസിസ് എന്ന് വിളിക്കുന്നു. മനസ്സിന് എപ്പോഴും പരിചിതമായ നരകമായിരിക്കും അപരിചിതമായ സ്വർഗത്തേക്കാൾ ഇഷ്ടം. നിങ്ങൾ കരിയറിൽ ഒരു മാറ്റത്തിന് ശ്രമിക്കുമ്പോൾ തലച്ചോറിലെ അമിഗ്ഡല എന്ന ഭാഗം അപായ സൂചന നൽകുന്നു. ഒരു വലിയ മൃഗം ആക്രമിക്കാൻ വരുമ്പോൾ ഉണ്ടാകുന്ന അതേ ഭയമാണ് ഒരു കരിയർ റിസ്ക് എടുക്കുമ്പോഴും തലച്ചോറിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ മടി കാണിക്കുന്നത്. അത് മടിയല്ല, മറിച്ച് നിങ്ങളുടെ തലച്ചോറ് നിങ്ങളെ ആ പഴയ സുരക്ഷിത സ്ഥാനത്തേക്ക് തന്നെ നിർത്താൻ ശ്രമിക്കുന്നതാണ്. ഈ തടവറ എങ്ങനെ തകർക്കാം? ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ ഞാൻ നിങ്ങൾക്ക് 3 വഴികൾ നിർദ്ദേശിക്കാം. 1, ഭയത്തെ തിരിച്ചറിയുക. എനിക്ക് കഴിയില്ല എന്ന ചിന്ത വരുമ്പോൾ എനിക്ക് പേടിയാണ്, എനിക്ക് വിമുഖതയാണ് എന്നെല്ലാം പറയുന്നതിന് പകരം എൻ്റെ തലച്ചോറിലെ അമിഗ്ഡല തൽക്കാലത്തേക്ക് എന്നെ തടയാൻ ശ്രമിക്കുകയാണോ എന്ന് പറഞ്ഞ് ചിന്തിക്കുക. ഇങ്ങനെ ലേബൽ ചെയ്യുന്നത് വഴി വൈകാരിക തലത്തിൽ നിന്നും മാറി യുക്തിപരമായി ചിന്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. രണ്ടാമത്, 10% റിസ്ക് തുടരെ എടുക്കുവാൻ ശ്രദ്ധിക്കുക. ഒരൊറ്റ ദിവസം കൊണ്ട് വലിയ മാറ്റം വേണ്ട. നിങ്ങളുടെ കരിയറിൽ ഒരു 10% മാത്രം തുടക്കത്തിൽ റിസ്ക് എടുക്കുക. നിങ്ങൾക്ക് യോഗ്യതയില്ല, നിങ്ങൾക്ക് കഴിയില്ല എന്ന് സ്വയം കരുതുന്ന ഒരു ജോലിക്ക് അപേക്ഷിക്കുകയോ പറ്റില്ല എന്ന് തോന്നുന്ന മീറ്റിങ്ങുകളിൽ ധൈര്യമായി സംസാരിക്കുകയോ ചെയ്യുക. പുറം ലോകം അത്ര ഭീകരമല്ല എന്ന് നിങ്ങളുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തുവാൻ നിങ്ങൾക്ക് കഴിയും. മൂന്നാമത്, ചിന്തകളെ ഓഡിറ്റ് ചെയ്യുക. നിങ്ങളുടെ കരിയറിലെ ഏറ്റവും വലിയ പേടി എന്താണ് എന്ന് എഴുതി വയ്ക്കുക. എന്നിട്ട് സ്വയം ചോദിക്കുക, ഇത് ആരുടെ ശബ്ദമാണ്? അത് നിങ്ങളുടെ പഴയ അധ്യാപകൻ്റെയോ മറ്റാരെങ്കിലും ഭയത്തിൽ ആണെങ്കിൽ 2026 നിങ്ങളുടെ ജീവിതത്തിൽ ആ ചിന്തയ്ക്ക് സ്ഥാനമില്ല എന്ന് ഉറപ്പിക്കുക. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള വാതിൽ എപ്പോഴും തുറന്നു തന്നെ കിടക്കുകയായിരുന്നു.
ഇപ്പോഴും തുറന്നു തന്നെ കിടക്കുകയാണ്. ചുവരുകൾ ഉണ്ടെന്ന നിങ്ങളുടെ വിശ്വാസമായിരുന്നു നിങ്ങളെ തടഞ്ഞു നിർത്തിയത്. ഞാൻ ഡോക്ടർ KV ആനന്ദ്. തടവറ കൂടുതൽ മോശമാക്കാൻ ശ്രമിക്കാതെ ആ തുറന്ന വാതിലിലൂടെ പുറത്തേക്ക് നടക്കുവാൻ നിങ്ങൾക്ക് തന്ന ടിപ്സ് ഉപയോഗിച്ച് പുറത്തേക്ക് നടക്കാൻ തുടങ്ങുക. നിങ്ങളുടെ കരിയറിനെ തടയുന്നത് നിങ്ങളുടെ കഴിവല്ല, മറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാടാണ്. അടുത്ത ആഴ്ച വീണ്ടും പുതിയ ടോപ്പിക്കുമായി നമുക്ക് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.